അതിനേക്കാളും പ്രായമുള്ള ഒരു സ്ത്രീ അടുത്ത് നിൽക്കുന്നു. അപ്പൊ അവര് പറയാ ഡയൊക്കെ അടിച്ചിങ്ങനെ നടക്കാമെങ്കിലേ അവരിപ്പം അങ്ങനെ നിന്നാ മതി. ഇത്രയും ഭംഗിയുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത്. കൊച്ചു പിള്ളേർ വരെ തലയൊക്കെ കുറച്ചൊക്കെ നരച്ചിട്ടുണ്ടെങ്കിൽ നരച്ചങ്ങ് വിട്ടിട്ട് അതൊരു സ്റ്റൈലായിട്ടൊക്കെ കൊണ്ടു നടക്കുന്നുണ്ട്. എൻ്റെ ഒന്നും സ്റ്റൈലല്ല, പ്രായത്തിൻ്റെ തന്നെയാണ്. അതിൻ്റെ ഡ്രസ്സിങ് ആയാലും നമ്മുടെ അപ്പിയറൻസ് എങ്ങനെ വേണം എന്നുള്ളത് നമ്മുടെ തന്നെ എന്താ പറയുക ഇഷ്ടാനിഷ്ടങ്ങളിൽ പെട്ടതാണ്. പക്ഷേ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഞാൻ നോക്കിയിട്ടുണ്ട്, ഈ തല നരച്ചിരിക്കുന്നു, അത് നരയായിട്ട് തന്നെ കൊണ്ടു നടക്കുന്നവരോട് അവർക്ക് റെസ്പെക്ട് വേറെ ഒന്നും ഉണ്ടറിയുമോ? ഞാൻ അനുഭവിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. വേഗം ഒന്ന് പ്രായമായതല്ലേ ഒരു സീറ്റ് തരും. മറ്റേ ഡൈ അടിച്ച് വന്ന് എൻ്റെ കൂടെ വന്ന ഒരാൾക്ക് കൊടുക്കണമെന്നില്ല. അവർക്ക് ഡൈ അടിച്ച് നടക്കാമല്ലോ ഇങ്ങനെ, അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ഈ ശരിക്കും നടന്നതാണ്, എൻ്റെ അടുത്തല്ല, എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത്. അപ്പോൾ അവൾ പറയാം നമുക്ക് സീറ്റ് കൊടുത്തു, കാരണം അവൾ ഡൈ ചെയ്യുന്നതല്ല, കൊടുത്തു. അതിനേക്കാളും പ്രായമുള്ള ഒരു സ്ത്രീ അടുത്ത് നിൽക്കുന്നു. അപ്പോൾ അവർ പറയാ ഡയൊക്കെ അടിച്ചിങ്ങനെ നടക്കാമെങ്കിലേ അവരിപ്പം അങ്ങനെ നിന്നാൽ മതി. അപ്പം അവർക്ക് ഇതും ഒരു ഫോം ഓഫ് റെസ്പെക്റ്റ് ആണ്, മനസ്സിലാവണേ. നിർദ്ദിഷ്ട ഡൈ അടിക്കുന്ന കുട്ടികളെ ആൾക്കാരെ ഞാൻ എഗെയിൻസ്റ്റ് പറയല്ല, ഇത് അവരവരുടെ താല്പര്യമാണ്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം ജര മുഖത്ത് വരാത്തിടത്തോളം കാലം നര കവർ ചെയ്യാം. പറഞ്ഞു വരുന്നത് എന്താ പറഞ്ഞാൽ എല്ലാവരും ഈ വെള്ളം മുടി അങ്ങ് ഇത് ചെയ്യണം എന്നല്ല, ഇപ്പോഴത്തെ ഇൻ തിങ് ആണ്, ട്രെൻഡാണ്. ഇപ്പോൾ കൊച്ചു പിള്ളേർ വരെ തലയൊക്കെ കുറച്ചൊക്കെ നരച്ചിട്ടുണ്ടെങ്കിൽ നരച്ചങ്ങ് വിട്ടിട്ട് അതൊരു സ്റ്റൈലായിട്ടൊക്കെ കൊണ്ടു നടക്കുന്നുണ്ട്. എൻ്റെ ഒന്നും സ്റ്റൈലല്ല, പ്രായത്തിൻ്റെ തന്നെയാണ്. അപ്പം കുട്ടികളൊക്കെ ചെയ്യുമ്പോൾ അതാണ്. പക്ഷേ ചെയ്യുന്നവർ ഇപ്പം പറഞ്ഞവരെ നമുക്കതിന് എഗെയിൻസ്റ്റ് ഒന്നും പറയാൻ നോക്കില്ല. ദാറ്റ് ഈസ് അനദർ ബോഡി ഷേമിങ്. നിങ്ങൾ എന്തിനാണ് ഇത്രയും പ്രായമായിട്ട് തല ഇത് ചെയ്യുന്നത്? അതും അവരുടെ ഇഷ്ടമാണ്. ഈ പറഞ്ഞ പോലെ ഡ്രസ്സിങ് ആയാലും നമ്മുടെ അപ്പിയറൻസ് എങ്ങനെ വേണം എന്നുള്ളത് നമ്മുടെ തന്നെ എന്താ പറയുക ഇഷ്ടാനിഷ്ടങ്ങളിൽ പെട്ടതാണ്. അവിടെ ഒന്നും നമ്മൾ കൈകടത്തരുത്. ഒരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെയും പേഴ്സണൽ കാര്യങ്ങളിൽ നമ്മൾ കൈകടത്താതിരിക്കുന്നത് വളരെ നല്ലതാണ്. പണ്ട് അങ്ങനെയല്ല, തുറന്നങ്ങ് പറയും. പക്ഷെ അത് വേണ്ട. നമ്മൾ എന്താ പറയുക, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുക. അതാണ് ചേച്ചിക്ക് കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിൽ വന്ന കമന്റ്സ് ഒക്കെ വായിച്ചിട്ടുണ്ടോ? അയച്ചു തന്നിട്ടുണ്ട്. അതൊരു വളരെ ബൂസ്റ്റിംഗ് ആണ് കേട്ടോ. ഇത്രയും ഭംഗിയുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് ഇത് ചെയ്യണ്ടേ? അതുകൊണ്ട് ഞാനും വിചാരിച്ചു എന്തായാലും ചേച്ചി പോലെ അങ്ങ് ഫുള്ള് മുടി നരയ്ക്കുമ്പോ അതിലായിട്ടില്ല റോഷനി. ഈ പ്രായത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ജര വന്നിട്ട് കുഴപ്പമില്ല, ജര വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നര ഒഴിവാക്കരുത്. കമന്റ് ബോക്സ് എടുത്ത് ജരയും നരയും കൂടെ നല്ല കോമ്പിനേഷൻ ആണ്. കമന്റ് ബോക്സ് എടുത്ത് നോക്കാം. ചേച്ചിക്ക് തോന്നും ഇത്രയും സൗന്ദര്യം. അതെ, മറ്റേ കൽപ്പന പറഞ്ഞ പോലെ പറയണോ, അതൊരു ശാപമാണോ? അങ്ങനെ തോന്നും, പറഞ്ഞു.